പരിഹരിക്കൂ. നീതി പാലിക്കൂ. അധികാരികളെ സിന്ദാബാദ് സിന്ദാബാദ്. കേരള സിന്ദാബാദ്. സിപിഎബി സിന്ദാബാദ്. സംരക്ഷിക്കാൻ നിലനിർത്താൻ FTTH മേഖലയെ സംരക്ഷിക്കാൻ നിലനിർത്താൻ പോരാട്ടം നീറ്റ കേരള പോരാട്ടം സിപിഎബിയുടെ പോരാട്ടം നെറ്റ് സർവീസ് മേഖലയിൽ വേണ്ട. വർക്ക് കമ്മീഷൻ ബില്ലുകൾ പരിഹരിക്കുക. ഈ വാലറ്റ് പൂർണ്ണമായി ഒഴിവാക്കുക. അഡ്വാൻസ് പേയ്മെന്റ് നടപ്പിലാക്കുക. ഇൻസെന്റീവ് തിരികെ പിടിക്കാതിരിക്കുക. FTTH വികസനം BSNL തടയാതിരിക്കൂ. വാക്കുപാലിക്കൂ, നീതി പാലിക്കൂ. BSNL മാനേജ്മെന്റ് BSNL സംരക്ഷിക്കാൻ പെരുമഴയത്തും പെരുവെയിലത്തും അധ്വാനിക്കും തൊഴിലാളി സിപിഎബി സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. നീറ്റ കേരള സിന്ദാബാദ്. BSNL സംരക്ഷിക്കാൻ നിലനിർത്താൻ സിപിഎബി മുന്നോട്ട്. ഇൻകുലാബ് സിന്ദാബാദ്. സിപിഎബിയുടെ അമരക്കാരൻ പ്രിയപ്പെട്ട മനോജ് സാറ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മളെ നയിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സെക്രട്ടറി രാജൻ സാറ്, അതേപോലെ നമ്മുടെ സാമ്പത്തിക നില ഭദ്രമായി സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട ബന്ധു, മറ്റേ പ്രിയപ്പെട്ട സിപിഎബിയുടെ നേതാക്കന്മാർ, വളരെ വളരെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10 കൊല്ലം മുമ്പ് BSNL എന്ന് പറയുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ പൊതുമേഖലാ സ്ഥാപനമായിരുന്ന ആ വലിയ പ്രസ്ഥാനം ആ 10 വർഷത്തിന് ശേഷം തകർന്ന് വന്ന് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസ് പോലും ഒരു നേരാവണ്ണം നടക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കുകയാണ്. മിസ്മാനേജ്മെന്റാണ് അതിൻ്റെ പ്രധാന വിഷയം എന്ന് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഊന്നലുകളുള്ളത്. അവിടെ നിന്ന് ഈ BSNL-നെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുവാനായി വളരെ ലാഭകരമായി ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കിട്ടിയ ഒരേ ഒരു സന്ദർഭം, ഒരേ ഒരു മെറ്റീരിയലാണ്, ഒരേ ഒരു പ്രോഡക്റ്റാണ് FTTH എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ FTTH നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു 4-5 കൊല്ലം മുമ്പ് മുതലേ BSNL മാനേജ്മെന്റ് ഇത് സ്വകാര്യ കേബിൾ നെറ്റ്വർക്കുകാരെ ഏൽപ്പിച്ചു. അന്ന് തുടങ്ങി ഏതാണ്ട് 2019 വരെ ഒരു രീതിയിലും ഈ ബിസിനസ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 4000-ൽ പരം കണക്ഷന് BSNL-നുള്ളായിരുന്നു.
പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് മുഴുവൻ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ചോരയും നീരും ഊറ്റിയെടുത്താണ് തടിച്ചു വീർത്ത് BSNL ഇപ്പോൾ അന്തസ്സായിട്ട് ഉയർന്നു വരുന്നത്. ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മിനിമം പൈസയുടെ കാര്യങ്ങൾ പോലും ഒരു മാന്യതയുടെ പേരിലെങ്കിലും നടപ്പിലാക്കി തരുവാനുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പോഴത്തെ മാനേജ്മെന്റിന് നമ്മൾ കാണുന്നില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഓണക്കാലത്ത് ഒരു പട്ടിണി സമരം പോലെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈ പരിപാടി തുടർന്നു പോവുകയാണെങ്കിൽ നമ്മൾ സമരത്തിന്റെ വിവിധ മാർഗങ്ങളിലേക്ക് നമ്മുടെ ഉന്നത സംഘടനയായ ബീക്ക ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ കൂടെ നമ്മൾ എല്ലാവരും ഉണ്ടാവുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഈ സമ്മേളനത്തിന് വന്ന ഈ ധർണയ്ക്ക് വന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.